ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പതുക്കെ പൊടിച്ചെടുക്കുക. പുളിയില്ലാത്ത കട്ടത്തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹൈദരാബാദി ചിക്കൻ മസാല ഉണ്ടാക്കുവാനായി നമ്മളിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ 3 മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ ബിസ്തയ്ക്ക് വേണ്ടി ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സവാള നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് ഒന്ന് പതുക്കെ പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാനായി തുടങ്ങാം. അതിനായി ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 200 ഗ്രാം അധികം പുളിയില്ലാത്ത കട്ടത്തൈര്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് പൊടിച്ചു വെച്ചിരുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാനായി കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് വറ്റൽമുളക്. ഞാനിവിടെ 13 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 6 കാഷ്യൂ നട്ട്. ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. 4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ചൂടാറാനായി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ച കൂട്ടിൻ്റെ ചൂട് നന്നായി ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത മസാലക്കൂട്ടിലേക്ക് 4 പീസ് സവോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കാനായി തുടങ്ങാം. അതിനായി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഈ മസാലയുടെ പച്ചമണം എല്ലാം നന്നായിട്ടൊന്ന് മാറി വരണം. മസാലയിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനും മസാലയൊക്കെ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക.
നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ അവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്ന് മസാലയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.